യോ ഗൈസ് വാട്ട്സ്ആപ്പ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹോണ്ട CB300 ടെസ്റ്റ് റൈഡ് റിവ്യൂ ചെയ്യാനാണ് ഇന്ന് പോണത്. ഞാൻ എൻ്റെ വാക്ക് അറൗണ്ട് റിവ്യൂ ചെയ്ത അതേ ഷോറൂമിലാണ് ഹോണ്ട വിങ് വേൾഡ് EVMൻ്റെ കടവന്തരയുള്ള ഷോറൂം. അവിടെ എനിക്കിതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആക്കി തന്നെ. അപ്പോൾ അങ്ങോട്ടേക്കാണ് എൻ്റെ യാത്ര. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. യെസ്, അപ്പോൾ അതേ ഇരിക്കുന്നു CB300. ഞാനപ്പോൾ വണ്ടി കിട്ടി എനിക്ക് ഷോറൂമിൽ നിന്ന് അതിൽ കയറിയിരിക്കാം. വണ്ടി നമുക്ക് ഓൺ ചെയ്യാം. അപ്പോൾ വണ്ടിൻ്റെ എൻ്റെ റിവ്യൂ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ മേളിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ലിങ്ക് വരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ വണ്ടിയുടെ റിവ്യൂയുടെ ലിങ്ക്. അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് വണ്ടിയുടെ സൗണ്ട്. CB300R ഹോണ്ടയുടെ ഏറ്റവും പുതിയ വണ്ടി. അപ്പോൾ ആ വണ്ടിയെ പറ്റി ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. 286cc എൻജിൻ, ലിക്വിഡ് കൂൾഡ് എൻജിനാണ്. പിന്നെ ഇതിന് വന്നത് ഡുവൽ ചാനൽ ABS വന്നിട്ടുണ്ട്. 30 PS 27 Nm ടോർക്കാണ് ഇതിന് ഉള്ളത്. വണ്ടിമേ കയറി ഇരുന്നപ്പോൾ തന്നെ നമുക്ക് റൈഡിങ് പൊസിഷൻ അത്ര ലീനല്ല ഫ്രണ്ടിലോട്ട്, എന്നാലും ചെറുതായിട്ടൊരു ലീൻ. നമുക്ക് ഇത്തിരി എന്താ പറയുക, ചെറിയൊരു ലീൻ ഫ്രണ്ടിലേക്ക് ഉണ്ട് നമുക്ക്. പിന്നെ വണ്ടിയുടെ ഹാൻഡ്ലിംഗ് ആണെങ്കിൽ വളരെ സിമ്പിളാണ്. വണ്ടിയുടെ വെയിറ്റ് വരുമ്പോൾ 147 kg ആണ് വണ്ടിയുടെ വെയിറ്റ് തന്നെ. അപ്പോൾ അത് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഭയങ്കര കുറവാണ് അതിൻ്റെ വെയിറ്റ്. ഈ വണ്ടിക്കുള്ളൊരു കാര്യം, ഹോൺ മേളിൽ, ഇൻഡിക്കേറ്റർ താഴെ. എന്താണെന്നറിയില്ല, ഇപ്പോൾ ഇറങ്ങണ ചില വണ്ടികൾക്ക് ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഇത് വല്ല പുതിയ സംഭവമാണോ എന്നും അറിയില്ല. വണ്ടിയുടെ റിഫൈൻമെൻ്റ് എന്ന് വെച്ചാൽ പക്ക റിഫൈൻമെൻറ്റ് എന്ന് വെച്ചാൽ നമുക്ക് വണ്ടി വേറൊരു വൈബ്രേഷനോ അല്ലാണ്ട് അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഹൈ RPM ചെറിയ രീതിയിൽ നമുക്ക് ടാങ്കിൻ്റെ ഈ സൈഡിൽ നിന്നും പിന്നെ നമ്മുടെ ഹാൻഡിൽ ബാറിൻ്റെ ആ എൻഡുകൾ ചെറുതായിട്ടൊരു ഹൈ RPM നമുക്ക് വൈബ്രേഷൻ ഉണ്ട്. അല്ലെങ്കിൽ വണ്ടിയുടെ വൈബ്രേഷൻ ഒട്ടുമില്ല, തീരെ വൈബ്രേഷൻ ഇല്ല വണ്ടിക്ക്. പിന്നെ ഉള്ളത് സൗണ്ട്. വണ്ടിയുടെ സൗണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു എൻജിനാണിത്. അത്ര എന്താ ഭയങ്കര ഒരു നോയ്സി ആയിട്ടുള്ളൊരു എൻജിനല്ല. ഭയങ്കര അതിൻ്റെ ഒരു നല്ല വ്യത്യാസമുണ്ട് ഈ വണ്ടിക്ക്. പിന്നെ ഹോണ്ട ആയതുകൊണ്ട് ഹോണ്ടയുടെ ആ ഒരു റിഫൈൻമെൻറ്റ് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിനൊരു കുറവും വരുത്തിയിട്ടില്ല ഹോണ്ട. പിന്നെ വണ്ടിയുടെ പവർ ഡെലിവറി പറഞ്ഞാൽ ഇതിൻ്റെ ആ 27 Nm ടോർക്ക് നമുക്ക് കിട്ടണത് ഒരു 6500 RPM-ലും 30 bhp നമുക്ക് കിട്ടണത് 8000 RPM-ലുമാണ്. ഫ്രണ്ടിലത്തെ USD സസ്പെൻഷൻ, ആ ഫ്രണ്ട് സസ്പെൻഷൻ നല്ല രീതിയിൽ നമുക്ക് റെസ്പോൺസീവാണ്. കാര്യം നമ്മൾ പെട്ടെന്ന് ഫ്ലിക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര പെട്ടെന്ന് നമ്മുടെ ഡയറക്ഷൻസ് പെട്ടെന്ന് മാറ്റാൻ പറ്റും നമുക്ക് ആ USD സസ്പെൻഷൻ്റെ ഉപയോഗം കൊണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ നമുക്ക് ഉള്ളത് നമ്മുടെ ക്ലസ്റ്റർ എനിക്ക് അത്യാവശ്യം ഇപ്പോൾ നല്ല വെയിലുണ്ട്. നല്ല വെയിലത്തായാലും അത്യാവശ്യം നല്ല വിസിബിലിറ്റി എനിക്ക് തോന്നുന്നുണ്ട് വണ്ടിക്ക്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ല. ക്ലസ്റ്റർ ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ ബ്രൈറ്റാണ്. നല്ല വെയിൽ ഡയറക്റ്റ് സൺലൈറ്റിലായാലും നമുക്ക് അത്യാവശ്യം കാണാൻ പറ്റും നമ്മുടെ ക്ലസ്റ്റർ. പിന്നെ പറഞ്ഞാൽ ഗിയർ ബോക്സ് ഈസ് ബട്ടർ സ്മൂത്ത്. നമുക്ക് നല്ല സ്മൂത്താണ് ഗിയർ ബോക്സ്. നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യാം. കാര്യം നമുക്ക് എന്താ പറയുക, അതിൻ്റെ ആ ഒരു ഇപ്പം ഞാൻ നല്ല ഹൈ RPM കൊണ്ടുപോയിട്ടായാലും നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യാനും നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒരു ഓപ്പൺ റോഡ് കിട്ടിയാൽ മാത്രമേ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടിയുടെ സ്പീഡൊക്കെ ഒന്ന് കയറ്റാൻ പറ്റുള്ളൂ. നന്നായിട്ട് ഫ്ലിക്ക് ചെയ്യാൻ പറ്റും വണ്ടി. നമുക്ക് നല്ല രീതിയിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് ഫ്ലിക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നമുക്കതിനൊരു ബുദ്ധിമുട്ടില്ല. ഇതിൻ്റെ ABS ആണെങ്കിലും ഭയങ്കര റെസ്പോൺസീവാണ്. നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടും നമുക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ. കാര്യം എല്ലാം കൊണ്ടും വണ്ടി നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി തന്നെ ഉള്ളൊരു പോസ്ചറും, നമ്മളിരിക്കുന്ന ആ ഒരു പോസ്ചറും, അതുകൂടാണ്ട് നമ്മുടെ ബ്രേക്കിംഗ് ആയാലും എൻജിൻ്റെ ആ ഒരു റിഫൈൻമെൻ്റ് ആയാലും നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് നമുക്ക് ഓടിക്കാൻ തരും ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, there we see a Benelli 600. അപ്പോൾ ഞാൻ 5 അടി 6 ഇഞ്ചാണ് എൻ്റെ ഹൈറ്റ്. അപ്പോൾ ഹൈറ്റ് നോക്കുവാണെങ്കിൽ എനിക്ക് കറക്റ്റ് ഫുട്ട് താഴത്തേക്ക് വെക്കാം. കറക്റ്റ് പ്ലെയിൻ ഫുട്ടിലാണ് ഞാൻ നിൽക്കണേ. അതുകൊണ്ട് അതിൻ്റേതായിട്ടൊരു
ഹൈറ്റിൻ്റെ കാര്യത്തിൽ എനിക്കൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. വണ്ടി വെയിറ്റ് ആണെങ്കിലും 147 kg ആ ഓടിക്കുമ്പോഴായാലും നമ്മൾ നിർത്തിയിടുമ്പോഴായാലും വണ്ടിയുടെ അത്രയും വെയിറ്റ് നമുക്ക് അറിയണില്ല ഒട്ടും ശരിക്കും. സസ്പെൻഷൻ ഞാൻ പറഞ്ഞ പോലെ അത്ര സോഫ്റ്റർ സൈഡല്ല, ഇത്തിരി ഹാർഡാണ്. സോ ദാറ്റ് നമുക്ക് അത്യാവശ്യം സ്റ്റെബിലിറ്റി കിട്ടും. ഹൈ സ്പീഡ്സിലായാലും വണ്ടിക്ക് നല്ല സ്റ്റെബിലിറ്റി കിട്ടും എന്ന് ഉള്ളൊരു രീതിയിലാണ് അവർ ചെയ്തേക്കണേ. വണ്ടി ആ ഒരു സ്ലിപ്പർ ക്ലച്ച് ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഒരു നമുക്കൊരു ജേക്ക് നമ്മൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ചെറിയ രീതിയിലൊരു ജേക്ക് വരുന്നുണ്ട് വണ്ടിക്ക്. അത് ആ സ്ലിപ്പർ ക്ലച്ച് ഇല്ലാത്തതിൻ്റെ ആ ഒരു പ്രശ്നമാണ്. അത് ഇല്ലാത്ത വണ്ടി ഓടിച്ച എല്ലാവർക്കും അത് മനസ്സിലാവും, സ്ലിപ്പർ ക്ലച്ചും സാധാരണ ക്ലച്ചും തമ്മിലുള്ള വ്യത്യാസം. സ്ലിപ്പർ ക്ലച്ചിൻ്റെ മെയിൻ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ തന്നെ ഇതാണ്, നമ്മുടെ വണ്ടിയുടെ ജേക്കിങ് കുറയ്ക്കുക, പെട്ടെന്നുള്ള ആ ഒരു സ്റ്റോപ്പിങ്, നമ്മൾ ആ ഡൗൺ ചെയ്യുമ്പോൾ RPM പെട്ടെന്ന് പൊങ്ങി തന്നെ അത് കുറയ്ക്കുക, അതാണ് മെയിൻ. അതൊരു ചെറിയ ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നുന്നു ഈ കാര്യം. ഇത്രയും വിലയുള്ളൊരു വണ്ടി കാര്യം ഇപ്പോൾ R15 V3 ആയാലും MT15 ആയാലും എല്ലാത്തിനും നല്ല രീതിയിൽ നല്ല ഒരു സ്ലിപ്പർ ക്ലച്ച് വന്നിട്ടുണ്ട്. ഓൾറെഡി ഇതിന് സ്ലിപ്പർ ക്ലച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടിക്ക് ഈ വിലയ്ക്ക് ശരിക്കും ഒരു സ്ലിപ്പർ ക്ലച്ചും കൂടെ ആവായിരുന്നു. യെസ്, വണ്ടി അപ്പോൾ ഇറങ്ങി ജസ്റ്റ് ഒന്ന് വാക്ക് അറൗണ്ട് പെട്ടെന്ന് കാണിച്ചു തരാം. ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഫുൾ CBRൻ്റെ റിവ്യൂ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ. യെസ്, അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു വാക്ക് അറൗണ്ട്. ഇത് സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടിയാട്ടോ. ഇതല്ലാണ്ട് നമുക്ക് വന്നത് പിന്നെ ഫുൾ കുറച്ച് എക്സ്ട്രാ പാർട്സ് ഫിറ്റ് ചെയ്ത ഒരു വണ്ടിയുണ്ട്. അത് ഞാൻ എൻ്റെ റിവ്യൂ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ എക്സ്ട്രാ ആക്സസറീസ് നമ്മൾ ഹോണ്ടയിൽ നിന്ന് വാങ്ങിച്ച് വെക്കേണ്ടതാണ്. സാരിഘാട്ട്, ദിസ് ഈസ് എ ബാർബിക്യൂ ഗ്രിൽ. ഇതിൽ വെച്ച് നമുക്ക് ഇതെവിടെയും കൊണ്ടുപോയാൽ നമുക്കൊരു ബാർബിക്യൂ അടിക്കാം സുഖമായിട്ട്. തിരിച്ച് ഇതിമേ കയറ്റി വെച്ചാൽ നമുക്ക് വണ്ടി തിരിച്ച് കൊണ്ടുവരാം, കെട്ടി വെക്കേണ്ട ആവശ്യമില്ല. വണ്ടിയുടെ സൗണ്ട് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ച് തരാം, സ്റ്റാർട്ട് ചെയ്തൊന്നും കൂടെ. കേൾക്കാൻ പറ്റണമെന്നൊന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് വണ്ടിയുടെ സൗണ്ട് നമുക്ക് പുറത്തുനിന്ന് കേൾക്കുമ്പോൾ. വണ്ടി സിമ്പിളായിട്ട് 120 ഒക്കെ കയറും. അതിന് ഒരു നമ്മൾ 6th ഗിയറിൽ നമുക്ക് 6th ഇട്ട് നമ്മളൊരു 190 പോവുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വണ്ടി ഭയങ്കര സൈലൻ്റാണ്. നമുക്ക് വലിയൊരു നോയ്സായിട്ട് ഒന്നും വരില്ല. കാര്യം 6th ഗിയറിലിട്ട് ഇങ്ങനെ ക്രൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ക്രൂസ് ചെയ്ത് പോവാം. നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ല, സൗണ്ടില്ല. എൻജിൻ ഭയങ്കര സൈലൻ്റ് എന്ന് വെച്ചാൽ ഭയങ്കര സൈലൻ്റാണ്. ഇത്രയും ഹോണ്ട ലൈക്ക് ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു എൻജിനാണ് ഇതിൻ്റെ. നമ്മൾ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ മൈക്കിൽ നിങ്ങൾക്ക് വണ്ടിയുടെ സൗണ്ട് കേൾക്കാൻ കൂടി പറ്റുന്നുണ്ടാവില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 80, 90, 100 പോകുമ്പോൾ തന്നെ നമുക്ക് വണ്ടിയുടെ സൗണ്ട് വളരെ ചെറുതായിട്ടേ കേൾക്കാൻ പറ്റുള്ളൂ. ശരിക്കും നമ്മളിപ്പോൾ ഹെൽമെറ്റൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും കുറവാണ് സൗണ്ട് എൻജിൻ്റെ. ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വന്നത് 10 liters ആണ്. അപ്പോൾ ആ 10 liters നമുക്ക് എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ വണ്ടി കമ്പനി പറയണത് 30 to 35 ആണ് ഇതിൻ്റെ മൈലേജ്. അപ്പോൾ നമുക്ക് ഒരു റേഞ്ച്, ഫുൾ ടാങ്ക് റേഞ്ച് എന്നൊക്കെ പറയുമ്പോൾ ഒരു 300 കിലോമീറ്ററാണ് നമുക്ക് ഇതിൻ്റെ റേഞ്ച് കിട്ടുക. നിങ്ങൾക്ക് മിറേഴ്സ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പ്രതീക്ഷിക്കണു. ഞാൻ കുറേ നാളുകൾ കഴിഞ്ഞിട്ടാണ് ഇത്രയും നല്ല വലിയ ക്ലിയർ ആയിട്ടുള്ള മിറേഴ്സ് ഞാൻ കാണുന്നത്. നല്ല ക്ലിയർ മിറേഴ്സ് എന്ന് വെച്ചാൽ നല്ല വിഡ്ത്ത് കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതി എല്ലാ ഭാഗങ്ങളും കാണാം എന്നുള്ളൊരു രീതിയിലുള്ള മിറേഴ്സാണ് ഇതിൻ്റെ. പിന്നെ ഇതിൻ്റെ മിഷലിൻ ടയേഴ്സാണ് തന്നെ. ബാക്കിൽ 150, ഫ്രണ്ടിൽ 110 ആണ് സൈസ്. അപ്പോൾ ആ മിഷലിൻ ടയേഴ്സ് അതിൻ്റെ പെർഫോമൻസ് ശരിക്കും കാണിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ സീറ്റ് നമുക്ക് അത്യാവശ്യം കംഫർട്ടബിൾ സീറ്റാണ്. കുഷനിങ് അത്ര കുഷൻഡ് അല്ല, എന്നാലും അത്യാവശ്യം കുഷനിങ് ഉള്ളൊരു സീറ്റാണ്. നമുക്ക് അത്യാവശ്യം ലോങ് ഒക്കെ പോകാനായാലും നമുക്ക് ഒരു ഡിസ്കംഫേർട്ടും ഇല്ലാണ്ട് നമുക്ക് പോകാൻ പറ്റും, സുഖമായിട്ട് നമുക്ക് പോകാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ. വണ്ടി പെട്ടെന്ന് ഫ്രണ്ടിൽ നിന്നൊക്കെ കാണാൻ നല്ല ലുക്കാട്ടോ. ലൈക്ക് നമ്മൾ കയറിയിരിക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയും നല്ലൊരു അട്രാക്റ്റീവ് ഹെഡ് ടേണറാണ് ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ. ആരായാലും ഒന്ന് നോക്കി പോകും പെട്ടെന്ന് കാണുമ്പോൾ.
പിന്നെ ഇത്രയും നേരം ആ ബ്ലോക്കിലൊക്കെ കിടന്ന് കുറച്ച് നേരം വൈകിട്ടില്ല, ഒരു 10-12 മിനിറ്റ് ആയി ബ്ലോക്കിൽ കിടക്കുന്നു. അപ്പോൾ ഈ ബ്ലോക്കിൽ കിടന്നിട്ടും ഹീറ്റിംഗ് ഇഷ്യൂ വലുതായിട്ടില്ല. ഹീറ്റ് ഉണ്ട് ഇല്ല എന്നല്ല, ഏതൊരു ബൈക്കായാലും ഹീറ്റാവും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഹീറ്റിംഗ് നമുക്ക് ഈ വണ്ടിയിലുണ്ട്. ബട്ട് അത്ര രീതിയിൽ ഹീറ്റിംഗ് ഇല്ല. നമുക്ക് ഇതിൻ്റെ ഫാനായാലും നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ കേൾക്കാൻ പറ്റും, പെട്ടെന്ന് അത് വർക്ക് ആവുന്നുണ്ട്. അതായത് ഹീറ്റ് മാക്സിമം പെട്ടെന്ന് ഡിസിപ്പേറ്റ് ചെയ്ത് കളയുന്നുണ്ട് വണ്ടിയുടെ ആ ടെക്നോളജി വെച്ചിട്ട്. ലിക്വിഡ് കൂളായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ആ ഹീറ്റ് ഡിസിപ്പേറ്റ് ആയി പോകുന്നുണ്ട്. നമുക്ക് കാലിലായാലും ചെറുതായിട്ട് നമ്മുടെ തൈസിൻ്റെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ചെറുതായിട്ടൊരു ഹീറ്റ് ഫീൽ ചെയ്യും, അത്യാവശ്യം നല്ല ബ്ലോക്കിലൊക്കെ ഓടിക്കുമ്പോൾ. അത് പക്ഷേ ഹൈവേയിൽ നിന്ന് ഓടിക്കുമ്പോൾ നമുക്ക് ഒട്ടും ഹീറ്റിംഗ് ഇഷ്യൂ നമുക്കൊന്നും വരില്ല, ഒരു ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടാവില്ല നമുക്ക് ശരിക്കും. ഇതാണ് ഹോണ്ടയുടെ സർവീസ് സെൻറ്റർ. ഇവിടെയാണ് അവരുടെ വണ്ടിയൊക്കെ സർവീസ് ചെയ്യണത്. വിങ് വേൾഡ് EVM അവരുടെ സർവീസ് എല്ലാം ഇവിടെയാണ് ചെയ്യണത്. അപ്പോൾ ഞാനിപ്പോൾ ഓടിച്ചത് 27 കിലോമീറ്റർ കൂടുതൽ ഓടിച്ച്. ആവറേജ് മൈലേജിൻ്റെ അകത്ത് കാണിക്കണേ 31, ആവറേജ് സ്പീഡും കാണിക്കണേ 34. യെസ്, അപ്പോൾ വണ്ടി നമ്മൾ ഇവർക്ക് തിരിച്ചു കൊടുക്കുന്നു. യെസ്, അപ്പോൾ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞ് വീടെത്തി. എനിക്ക് വണ്ടിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, വണ്ടി ഭയങ്കര ക്വിക്ക് ത്രോട്ടിൽ റെസ്പോൺസാണ്. വണ്ടി ഭയങ്കര റെസ്പോൺസാണ്. അതിൻ്റെ എൻജിനായാലും അതിൻ്റെ ത്രോട്ടിലായാലും ഭയങ്കര റെസ്പോൺസീവാണ്. സെക്കൻഡ്, എൻജിൻ ഭയങ്കര റിഫൈൻമെൻ്റ് ആണ് എൻജിൻ്റെ റിഫൈൻമെൻറ്റ് ഹോണ്ട ഒരു കുറവും വരുത്തിയിട്ടില്ല. അത് അടിപൊളി റിഫൈൻമെൻ്റ് ആണ്. പിന്നെ അത് കൂടാണ്ട് അതിൻ്റെ ഹീറ്റിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഇല്ല. ബ്ലോക്കിൽ പോകുമ്പോഴത്തേക്കും ചെറുതായിട്ട് കാലൊന്ന് ചൂടാവും. അത് കുറേ ബ്ലോക്കിൽ കിടക്കുമ്പോൾ ഏത് വണ്ടിയായാലും ഒന്ന് ചൂടാവും. പിന്നെ അത് കൂടാണ്ട് തന്നെ അതിൻ്റെ ലിക്വിഡ് കൂളിങ്ങിൻ്റെ ആ ഒരു ടെക്നോളജി എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി കുറച്ച് ഹീറ്റായി തോന്നുമ്പോൾ തന്നെ അത് അപ്പം തന്നെ അതിൻ്റെ ആ ടെക്നോളജി അപ്പം തന്നെ മാക്സിമം ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്ത് കളയും. പെട്ടെന്ന് ഹീറ്റെല്ലാം പുറത്തേക്ക് കളയും. പിന്നെ ഉള്ളത് നമ്മുടെ ബ്രേക്കിംഗ് ABS ആയാലും അത് അപ് ടു ദ മാർക്കാണ്. അടിപൊളി ബ്രേക്കിംഗ് ആണ് അതിൻ്റെ. പിന്നെ എനിക്ക് തോന്നിയത് നമ്മുടെ എൻജിൻ സൗണ്ട്. ഞാൻ വീഡിയോ പറഞ്ഞ പോലെ ഒരു 80-90 ക്രൂസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഹെൽമെറ്റൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഒരു സൗണ്ടും ഇല്ല, ഭയങ്കര സൈലൻ്റ് ആണ്. പിന്നെ എനിക്ക് കുറവായിട്ട് തോന്നിയ കുറച്ച് കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് സ്ലിപ്പർ ക്ലച്ച്. ഇപ്പോൾ എല്ലാ 150cc വണ്ടിക്കും ഇപ്പോൾ MTക്കും R15 എല്ലാത്തിനും സ്ലിപ്പർ ക്ലച്ച് വന്നുണ്ട്. അപ്പോൾ ഹോണ്ടയ്ക്ക് ആ സ്ലിപ്പർ ക്ലച്ചിൻ്റെ കാര്യം ഒന്ന് നോക്കാമായിരുന്നു. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ പ്രൈസിങ്. എന്തുകൊണ്ട് ഇത്രയും പ്രൈസിങ് ആക്കി എന്ന് ചോദിച്ചാൽ, വണ്ടി കംപ്ലീറ്റ് നോക്ക്ഡൗൺ ആണ്. CKD വണ്ടിയാണ്. എന്ന് വെച്ചാൽ പാർട്സ് എല്ലാം പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് അസംബിൾ ചെയ്യാനാണ്. അതുകൊണ്ടാണ് ഈ പാർട്സ് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ വണ്ടി നമ്മൾ ഓൺ റോഡ് ഇറങ്ങുമ്പോൾ 3,02,000 രൂപ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുക്കിങ്സും കാര്യങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും ചോദിക്കാനോ ഹെൽപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അവിടുത്തെ EVMലെ നമ്പറാണ്. അവിടെ കൊടുത്ത് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതായിരിക്കും. യെസ്, അപ്പോൾ അതായിരുന്നു എൻ്റെ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബെല്ലൈക്കൺ ഞെക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ല് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സോ സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം കൊച്ചിൻ. ബൈ ബൈ.